നമുക്ക് സർക്കിൾസ് ആണ് പഠിക്കുന്നത്. സർക്കിൾസ്, ചാപ്റ്റർ 10 സർക്കിൾസ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോയിന്റ്, ഇത് സർക്കിൾ. ദിസ് ഈസ് റേഡിയസ്, സെൻറ്റർ ഓഫ് റേഡിയസ്. സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ഇവിടെ, എക്സ്റ്റീരിയർ പോയിന്റ് ഇവിടെ. സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഡബിളാണ് ഡയമീറ്റർ. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത് സെയിം സെൻറ്റർ ആയിട്ട് എത്ര സർക്കിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അതാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഇനി സർക്കിൾസിൻ്റെ സീക്കൻറ്റ് ആൻഡ് ടാൻജൻറ്റ്. സർക്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈനുണ്ട്, പി ക്യു. ഇതൊരു ലൈനാണ് പി ക്യു. If the circle and a line PQ have no point in common, then we say that PQ is a non-intersecting line. PQ ഇവിടെയാണെന്നിരിക്കട്ടെ, PQ. ഈ PQവിനും PQ ആൻഡ് സർക്കിൾ ഹാവ് നോ പോയിന്റ് ഇൻ കോമൺ. ഇതിന് കോമൺ ആയിട്ട് പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയും with respect to the circle. If the circle and line PQ have two distinct common point, A and B, then we say that the line PQ is a secant. ഈ ലൈൻ is secant. Line PQ is a secant of the circle. The line segment A, ഇത് ലൈനാണ്. ലൈൻ ഈസ് എ secant and line segment AB is a chord. Line segment AB is a chord. അപ്പോൾ കോഡ് എന്ന് പറയുന്ന ഒരു വൺ ലൈൻ സെഗ്മെൻ്റ് ആണ്. കോഡ് എന്ന് പറയുന്നത് വൺ ലൈൻ സെഗ്മെൻ്റ് ആണ്. ആ ലൈൻ സെഗ്മെൻറ്റിനും സർക്കിളിനും കോമൺ പോയിൻ്റ് ഉണ്ട്, അല്ലേ? കോമൺ പോയിൻ്റ്. എ കോഡ് ആൻഡ് എ സർക്കിൾ ഹാസ് ടു കോമൺ പോയിൻ്റ് ഉണ്ട്, എ ആൻഡ് ബി. അപ്പോൾ എ ബി ഈസ് എ കോഡ് ആൻഡ് പി ക്യു ഈസ് എ സീക്കൻറ്റ് ആൻഡ് ദിസ് പി ക്യു ഈസ് എ നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ. കറക്റ്റ് ആയല്ലോ? യെസ്. ഇനി ഈ ദി സർക്കിൾ ആൻഡ് എ ലൈൻ പി ക്യു. സർക്കിൾ ഞാൻ വരച്ചു, പി ക്യു എന്ന് പറയുന്ന ലൈനിനും സർക്കിളിനും കൂടി ഒരു കോമൺ പോയിന്റ്, ഓൺലി വൺ കോമൺ പോയിന്റ്. കൃത്യം വരയ്ക്കണേ. only one common point PQ. Then this line is called tangent of the circle. This is tangent of the circle. ഈ ടാൻജൻറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. This is a chord or this is secant. ടാൻജൻറ്റ്. ഓക്കെ, കണ്ടോ? ടാൻജൻറ്റ്. ഇഫ് യു റൊട്ടേറ്റ് ദി സെഗ്മെൻറ്റ് പി ക്യു സെഗ്മെൻറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അബൌട്ട് ദി പോയിൻ്റ് ആർ എന്ന് പറയുന്ന പോയിന്റിൽ പി ക്യു എന്ന് പറയുന്ന പി ക്യു ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആർ. ദി പോയിന്റ് എസ് കംസ് നിയറർ ആൻഡ് നിയറർ. ഇത് പോയിന്റ് എസ് നിയറർ ആൻഡ് നിയറർ വന്നിട്ട് എസ്സും ആറും കൂടി ഒരു കോമൺ പോയിന്റ് വരുന്നു. അപ്പോൾ എന്തായി? അത് ടാൻജൻ്റായി, അല്ലേ? ഇപ്പോൾ സീക്കൻറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് കോമൺ പോയിന്റിലോട്ട് തന്നെ വന്നു. അങ്ങനെ ഒരു ടാൻജൻറ്റ് ആയി. വെച്ചപ്പോൾ കണ്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇത് പി ക്യു എന്ന് പറയുന്ന ഈ സീക്കൻറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ എസ് പോയിൻ്റാണ്. എസ് പോയിൻ്റ് കോമൺ വന്ന് ഈ ആറെന്ന് പറയുന്ന ഒരു പോയിന്റിനെ ബേസ് ചെയ്താണ് പി ക്യു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എസ് ഇതാണ്. പിന്നെ എസ് ഇവിടെ വന്നു. അങ്ങനെ എസ്സും ആറും എസ്സും കോമൺ പോയിന്റ് ആയിട്ട് വന്നപ്പോൾ അതെന്തായി? ടാൻജൻ്റായി മാറി. ഓക്കെ. പ്രൂവ് ദാറ്റ് a tangent to a circle is perpendicular to the radius through the point of contact. Circle
center O, radius R. Tangent. This is a tangent AB. Tangent AB P. Consider a point Q. Q. This is R. Okay. Now we prove here. Proving the tangent to a circle. The tangent to a circle is perpendicular to the radius. The radius is perpendicular. Perpendicular to the radius through the point of contact. The point of contact P in the point of contact. This tangent is perpendicular to the radius. അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, OQ equals QOR plus QR or RQ. OQ is OR plus RQ. OR plus RQ. OR plus RQ. We know that OR is OP. OR equals OP. Why? Radii of same circle. Radii of same circle. OR is OP. Then we can say that OQ equals OR instead നമുക്ക് OP എഴുതാം. OP plus RQ എന്ന് എഴുതാം. OP plus RQ. Yes. OP plus RQ. Okay. Then OQ equals OP plus RQ. നമുക്കിവിടെ അറിയാം OQ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ OP. OQ is greater than OP. OQ is greater than OP. Then OP is lesser than OQ. OP is lesser than OQ. OQ നേക്കാൾ lesser ആണ് OP. ഇനി ഈ Q എനി പോയിന്റിലായാലും OP is lesser ആണ്. OP is lesser ആണ്. ഈ ലൈനിൽ ഏത് പോയിന്റിൽ P അല്ലാതെ, അല്ലേ, P എക്സ്ക്ലൂഡിങ് P അല്ലാതെ എനി പോയിന്റിൽ OQ is always greater than OP. That is OP is lesser than OQ if Q is any other point on this line. For all infinite positions, of point Q, for all infinite positions of point Q other than P on tangent AB. OP is always less than OQ for all infinite positions of point Q other than P. പിയിലല്ലാതെ ഈ Q എവിടെ കിടന്നാലും, ഏത് പോയിന്റ് ആയാലും OQ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ OP. ദാറ്റ് ഈസ് OP ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ OQ. അപ്പോൾ OP ഈ ലൈനിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് OP. OP ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ദിസ് ലൈൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു ദിസ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ, അല്ലേ? അപ്പോൾ OP ഈസ്, വി ക്യാൻ സേ ദാറ്റ് OP ഈസ് shortest of all the infinite distances. Infinite distances from point O to line AB. OP ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഏത് ലൈനിലെ ഏത് പോയിന്റ്, ഓയിൽ നിന്നുള്ള ഏത് പോയിന്റുമായിട്ടുള്ള ഈ ലൈൻ ുമായിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും OP ആയിരിക്കും. OP ഈസ് ഓൾവേസ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് OP ഈസ് പെർപെൻഡിക്കുലർ ടു AB. വൈ? ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വൈ? ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് to a line is perpendicular distance. ഒരു ലൈനിലേക്ക് ഒരു പോയിന്റിൽ നിന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബാക്കിയുള്ള ഡിസ്റ്റൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ദി
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ ഏത് പോയിൻ്റ് ആയാലും ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ. അല്പമൊന്ന് മാറിയാൽ എന്താണ്, അതെല്ലാം ലോങ് ആയി മാറും. ഒ പിയേക്കാൾ ലെങ്ത് കൂടിയതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒ പി ഈസ് perpendicular to AB. OP is perpendicular to AB. So we can say that AB, the tangent, is perpendicular to the radius OP through the point of contact P. പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ആണ്, ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്റ്റ് ഇറ്റ് ഇൻ ഡാഷ് പോയിൻറ്റ്സ്. ഒരു സർക്കിളിൽ ടാൻജൻറ്റ് ഹൗ മെനി പോയിൻറ്റ്സ്, എത്ര പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്ന്, എത്ര പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും? എക്സാക്ട്ലി വൺ പോയിൻറ്റ്. വൺ പോയിൻറ്റിലാണ് ടാൻജൻറ്റും സർക്കിളും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ. എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് എ സർക്കിൾ ഇൻ 2 points. ഒരു ലൈൻ, ദിസ് ഈസ് എ ലൈൻ, നോട്ട് ലൈൻ സെഗ്മെൻറ്റ്, ലൈൻ ഇൻ്റർസെക്റ്റിംഗ് 2 points. സർക്കിളിൽ 2 points ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത ആ ലൈനിൻ്റെ പേരെന്താണ്? നമ്മൾ പഠിച്ചാണല്ലോ, എന്താണ്? സീക്കൻറ്റ്. എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ്. ഒരു സർക്കിൾ ആണെങ്കിൽ പാരലൽ ടാൻജൻസ്, ദിസ് ഈസ് പാരലൽ ടാൻജൻസ് അറ്റ് മോസ്റ്റ്. എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ്. ഇനി പാരലായിട്ട് ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ ഇനി നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 2 പാരലൽ ടാൻജൻസ് അറ്റ് മോസ്റ്റ്. 2 പാരലൽ ടാൻജൻസ് ഉള്ളൂ. ഏത് ഡയറക്ഷനിൽ വരച്ചാലും ഇതിന് പാരലായിട്ട് ഒരു ലൈനും കൂടി വരയ്ക്കാവുള്ളൂ. 2 പാരലൽ ടാൻജൻസ് ആണ് ഉണ്ടാവുകയുള്ളൂ എപ്പോഴും, അറ്റ് മോസ്റ്റ്. ദി കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ആൻഡ് ദി സർക്കിൾ ഈസ് കാൾഡ്. The common point of a tangent to a circle and circle. Tangent to a circle and സർക്കിളിൻ്റെ കോമൺ പോയിന്റ് എന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യനാണ്, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, നോക്കാം. എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm. ഒരു സർക്കിളുണ്ട്, ഒരു ടാൻജൻ്റ് ഉണ്ട്, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് പി ആണ്, റേഡിയസ് ഉണ്ട്, റേഡിയസ് ആർ. എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm. ദിസ് ഈസ് 5 cm. മീറ്റ്സ് എ ലൈൻ ത്രൂ ദി സെൻറ്റർ ഒയിൽ നിന്ന് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അറ്റ് എ പോയിന്റ് ക്യൂ. സോ ദാറ്റ് പിന്നെ ഇവിടുന്ന് ക്യൂവിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, എ ടാൻജൻറ്റ് പി ക്യൂ, ദിസ് ഈസ് ടാൻജൻറ്റ് പി ക്യൂ. അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 മീറ്റ് എ ലൈൻ ത്രൂ ദി സെൻറ്റർ ഓ അറ്റ് എ പോയിന്റ്. ടാൻജൻറ്റ് പി ക്യൂവിലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് സെൻറ്ററുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, കാണാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, ടാൻജൻറ്റ് പി ക്യൂ റേഡിയസുമായിട്ടുള്ള പോയിൻ്റാണ് പി. ടാൻജൻറ്റ് പി ക്യൂവിൽ 1 പോയിൻ്റാണ് ക്യൂ. ക്യൂ സെൻറ്ററുമായിട്ട് ഓയിൽ മീറ്റ് ചെയ്യുന്നു. റേഡിയസ് ഈസ് 5 cm. ഇനി ഒ ക്യൂ ഈസ് 12 cm. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ടാൻജൻറ്റ്. പി ക്യൂ കാണണം. പി ക്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. We know that a tangent and the radius are perpendicular. So, this is 90 degree. The tangent radius theorem. We can say that OP is perpendicular to PQ. Why? Tangent radius theorem. ടാൻജൻറ്റ് റേഡിയസ് തിയറം എന്താണ്? റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ട്രയാങ്കിൾ ഒ പി ക്യു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൽ
altitude 5 centimeter, hypotenuse 12 centimeter. Then PQ base ആണെങ്കിൽ root of 12 square minus 5 square. That is root of 144 minus 5 square. Well, 5 square is 25. 144 minus 25 equals root 119. PQ is root 119. Root illa, root കാണാൻ പറ്റില്ല. Okay. The line drawn through the end point of a radius and perpendicular to it is a tangent to the circle. That's the theorem. Circle. The line drawn through the end point of a radius. End point. A line drawn through the end point of the radius, which is perpendicular, and perpendicular to it is a tangent. So it is a tangent. അങ്ങനെയാണത് പ്രൂവ് ചെയ്യേണ്ടത്. Then A, then B, then Q. Q is a point. We can draw Q. ഇവിടെ നോക്കുക. Given a radius OP of a circle through the end point P of this radius, a line AB is drawn perpendicular to radius OP. Radius OP ki perpendicular line AB is drawn. Okay, to prove AB is a tangent. AB is a tangent to the circle at the point. ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. Proof. Let Q be any point different from P. Q be any point different from P. Pയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് Q എന്ന് പറയുന്നൊരു പോയിന്റ് നമുക്ക് എടുക്കാം. Q be any point different from P on this line. Now, OP is perpendicular to AB. So, OP is shortest distance. OP is shortest of all the distance from the point O to the line AB. AB എന്ന് പറയുന്ന ലൈനിലെ all പോയിൻറ്റ്സിൽ ഏറ്റവും ഷോർട്ടസ്റ്റ്, ഏത് പോയിൻറ്റ്സ് എടുത്താലും ആ അതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള OP ആണ്. OP is the shortest of all the distance. അങ്ങനെ എഴുതണം. OP is the shortest of all the distance from the point O to the line APB. APB എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലെ ഏതൊരു പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് AP ആയിരിക്കും. ഓക്കെ, then we can say that OP is shorter than OQ. OQ is greater than OP, that is radius OP. അപ്പോൾ OQ is greater than radius OP. Radius OP യേക്കാൾ ഗ്രേറ്റർ ആണ് OQ. Q is an exterior point. Q is an exterior point. Q is not in the circle, but P is on the circle. Q is an exterior point of the circle. Line AB meets circle only at P. ലൈൻ AB മീറ്റ് ചെയ്യുന്ന പിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് P ആണെങ്കിൽ AB is a tangent. So line AB is a tangent. To the circle P. Okay, ഒന്നുകൂടി ഞാൻ പറയാം. Let Q a point on the line. We know that OP is the shortest distance, shortest of all the distance from O to any point on the line APB. Then OP is less than OQ. Then OQ is greater than OP. So Q
ക്യൂ ഈസ് എക്സ്റ്റീരിയർ പോയിന്റ്. ക്യൂ എക്സ്റ്റീരിയർ പോയിന്റ് ആണ്, എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് ദി സർക്കിളാണ്. അപ്പോൾ പി മാത്രമേ സർക്കിളിലുള്ള പോയിന്റ് ഉള്ളൂ. ലൈൻ എ ബി മീറ്റ്സ് സർക്കിൾ ഓൺലി അറ്റ് പി. സോ ദെയർഫോർ ലൈൻ എ ബി ഈസ് എ ടാൻജൻറ്റ് ടു ദി സർക്കിൾ. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പോയിന്റ്, ഒരു റേഡിയസിൻ്റെ എൻ പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ടാൻജൻറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നോ ടാൻജൻറ്റ് ക്യാൻ ബി ഡ്രോൺ ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് പി ലൈങ് ഇൻസൈഡ് ദി സർക്കിൾ. ഒരു സർക്കിൾ ആണെങ്കിൽ O is the സെൻറ്റർ, പി ഇൻസൈഡ് ആണെങ്കിൽ നോ ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. നമുക്ക് ടാൻജൻ്റ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻസൈഡ്, ഒരു സർക്കിളിൻ്റെ ഇൻസൈഡിലുള്ള പോയിന്റിൽ കൂടി ടാൻജൻ്റ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ദെയർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ ടാൻജൻറ്റ് ടു എ സർക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ് പി. ഒരു സർക്കിളാണെങ്കിൽ ഒരു പോയിന്റ് പി കൂടെ ഓൺലി വൺ ടാൻജൻറ്റ് ഈസ് പാസിംഗ് ത്രൂ. മോർ ടാൻജൻസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഒരു ടാൻജൻറ്റ്, വൺ ടാൻജൻറ്റ് മാത്രമേ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോവുകയുള്ളൂ. ഇനി എക്സാക്ട്ലി ഫ്രം എക്സ്റ്റീരിയർ പോയിന്റ് എക്സാക്ട്ലി 2 ടാൻജൻറ്റ് ക്യാൻ ബി ഡ്രോൺ. ഒരു എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് എപ്പോഴും എക്സാക്ട്ലി 2 ടാൻജൻ്റ് ആണ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് എക്സാക്ട്ലി 2 ടാൻജൻസ് ആണ് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് ഓൺലി 2 ടാൻജൻസ് ആണ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എക്സാക്ട്ലി 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് പി ലൈങ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഔട്ട്സൈഡിലുള്ളൊരു പോയിന്റ് പി ആണെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സാക്ട്ലി 2 ടാൻജൻസ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, തിയറം 3. The length of 2 tangents drawn from an exterior point. This is a circle. 2 tangents drawn from exterior point P. 2 tangents drawn. 1, 2 tangents drawn from an exterior point A and B is the point of contact. The length of 2 tangents drawn from an exterior point to a circle are equal. Prove that PA and PB are equal. But to prove PA equals PB, to prove PA equals PB, given എന്താണ്? Circle with the center O and radius R. P is an exterior point. PA and PB are 2 tangents drawn from the same point. അതാണ് given. To prove PA equals PB എന്ന് പ്രൂവ് ചെയ്യണം. ഇനി കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. കൺസ്ട്രക്ഷൻ join OA and OB. OA and OB join, and OP, and also OP. This is R, this is also R. Okay, ഇത്രയും ജോയിൻ ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ് എഴുതാം. പ്രൂഫ് angle OAP equals angle OBP equals 90 degree. These two angles are 90 degree. Why? Tangent radius theorem. Tangent radius theorem. Tangent radius theorem അനുസരിച്ച് perpendicular ആണ്. AO perpendicular to PA. Tangent and radius are perpendicular. So these two angles are 90 degree. So these are 2 right triangles. Triangle OAP and triangle OBP are right triangles. In right triangles OAP and OBP, OA equals OB.
OA equals OB. Why? Why? Radii of the same circle. Radii of the same circle. Radii of the same circle. Okay? OA equals OB. Two sides are equal. Right triangle, two sides equal. Okay. Then OP equals OP. Hypotenuse. The hypotenuse are equal. Hypotenuse equal. OP equals OP equals OP. Common side. Common side. Two triangles in the common side. So, common side is equal. So, two right triangles in the hypotenuse, one side is equal to RHS by RHS criterion of congruence of triangles. Of congruous triangle, we can say that triangle OAP concurrent triangle OBP. So we can say that PA equals PB, CPCT. Corresponding parts of congruent triangles are equal. Corresponding part of congruent triangles are equal. So we can say that PA equals PB. So the tangents drawn from an exterior point are equal. Prove it. That's very simple. Prove it. AOയും BOയും join ചെയ്തു OPയും join ചെയ്തു two triangles കിട്ടി ഈ ആംഗിളും ഈ ആംഗിളും these two angles are 90 degree. Why? The radius is perpendicular to tangent theorem. Okay, then OP equals OP common side. അപ്പോൾ hypotenuse of these two triangles are equal. Then OB equals OA, radius of same circle. Then also two sides are also equals. Two sides and hypotenuse, one side and hypotenuse are equal to one side and hypotenuse of the next right triangle. So these, we can say that these triangles are congruent. Then PA equals PB. Similar sides of congruent triangles. Corresponding sides of congruent triangles are equal. Okay.